എറണാകുളം പ്ലാമുടിയിൽ നിന്നാണ്. ജനവാസ മേഖലയിൽ കാട്ടാന. തലനാരിഴയ്ക്കാണ് ബൈക്കിൽ സഞ്ചരിച്ച യുവാവ് രക്ഷപ്പെട്ടത്. ബൈക്ക് നിർത്തി യുവാവ് ഓടി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം പൈങ്ങോട്ടൂർ ഭാഗത്തും കാട്ടാനക്കൂട്ടം ഇറങ്ങിയിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം ആദ്യം. സജോ ദേവസ്യ നമുക്കൊപ്പം ഉണ്ട്. സജോ ദേവസ്യ, ഇതൊരു കാട്ടാന കുടുംബമാണെന്ന് തോന്നുന്നു. കുറെ പേരുണ്ടല്ലോ. സുജയ, ഈ മേഖല കേന്ദ്രീകരിച്ച് കോതമംഗലത്തിൻ്റെ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറേ നാളായും കാട്ടാനക്കൂട്ടം തമ്പടിക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ കാര്യമായി ഇറങ്ങുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക. പ്രധാന പാതകൾ വഴി കാട്ടാനയുടെ സഞ്ചാരപാതയായി മാറുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് തലനാരിഴയ്ക്ക് യുവാവിന് ജീവൻ രക്ഷപ്പെട്ടത്. അതായത് കാട്ടാനയ്ക്ക് മുന്നിൽ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവേ അകപ്പെട്ടു. പിന്നീട് ഇദ്ദേഹം അനിൽ എന്ന യുവാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ ഇതേ കാട്ടാന സംഘത്തിൽപ്പെട്ട കാട്ടാനകൾ തന്നെ ആയിരിക്കണം രാവിലെ ചീനിക്കുഴി ഭാഗത്ത് നിന്ന് കാട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലിന് വേണ്ടി പോയ അവിടുത്തെ ഒരു തൊഴിലാളി കാട്ടാനക്കൂട്ടത്തെ കണ്ട് പിന്തിരിഞ്ഞ് ഭയന്ന് ഓടുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു. ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് തുടർച്ചയായി കോതമംഗലത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ കാര്യമായി തന്നെ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. ജനവാസ മേഖല ഇറങ്ങുന്നു, കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നു, പൊതുനിരത്തുകൾ വഴി സഞ്ചരിക്കുന്നു. വലിയ ആശങ്കയുണ്ട്. അതിൽ അടിയന്തര ഇടപെടൽ നാട്ടുകാർ ആവശ്യപ്പെടുകയാണ്. ഓക്കെ, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങിയിട്ടുണ്ട്. അതുവഴി പോകുന്നവരൊക്കെ ജാഗ്രതയിൽ.